ശബരിമലയിൽ ശക്തമായ മഴയാണ്. ഇന്ന് പുലർച്ചെ 5:30 27 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഇന്നലെയും ഇന്നുമായി 67.8 മില്ലിമീറ്റർ മഴ ശബരിമലയിൽ പെയ്തിരിക്കുന്നു. മഴയിലും സന്നിധാനത്ത് തിരക്കിന് കുറവില്ല. പത്തനംതിട്ടയിൽ മലയോര മേഖലയിൽ മഴ തുടരുന്നുണ്ട്. അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയരുകയുമാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, ഈ ശബരിമലയിൽ ശക്തമായ മഴ, പക്ഷേ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവില്ല. പക്ഷേ മഴ കാരണം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ, എങ്ങനെയാണത്? സ്മൃതി, ശബരിമലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇന്നലെ മുതലാണ് മഴ ആരംഭിച്ചത്. ഇന്നലെ രാത്രിയിലും ഒപ്പം തന്നെ പുലർച്ചെയും വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇത് തീർത്ഥാടകരെ മല കയറുന്നതിനടക്കം നേരിയ തോതിൽ തടസ്സമാകുന്നുണ്ട്. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അച്ചൻകോവിലാർ മേഖലയിൽ അച്ചൻകോവിലാർ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ അതിർത്തിയായിട്ടുള്ള അച്ചൻകോവിലാറിൽ ആ ഭാഗത്താണ് അച്ചൻകോവിലാറ്റിൽ നിന്നും ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. ഈ വെള്ളം കോന്നി, കുമ്മണ്ണൂർ ഭാഗത്തേക്കൊക്കെയാണ് ഒഴുകി എത്തുന്നത്. ശബരിമലയിൽ ഇപ്പോഴും വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഇതുവരെയായിട്ടും മഴ തോരാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല കയറുന്നതിന് അധിക സമയം എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്നതിനാൽ തീർത്ഥാടകരെ സംബന്ധിച്ച് ഈ മഴയിൽ മല കയറുന്നതിനും തടസ്സം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം ശബരിമലയിൽ 67.8 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഇന്നലെ 76,774 പേർ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. ഇത് 4,263 കുട്ടികൾ ഉൾപ്പെടെയാണ് ദർശനം നടത്തിയത്. ഇന്നിപ്പോൾ തന്നെ ആദ്യ 6 മണിക്കൂറിനകം തന്നെ നട തുറന്ന്, പുലർച്ചെ 3-ന് നട തുറന്ന് ആദ്യ 6 മണിക്കൂറിൽ തന്നെ 31,480 പേർ ദർശനം നടത്തിക്കഴിഞ്ഞു. തത്സമയ ബുക്കിങ്ങിലൂടെ 6,779 പേരും ദർശനം നടത്തിക്കഴിഞ്ഞു. അതായത് മഴയാണെങ്കിലും സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഏതായാലും ഇപ്പോഴും സന്നിധാനത്ത് മഴ തുടരുക തന്നെയാണ്. സ്മൃതി.